മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന പല വസ്തുക്കളുണ്ട്, പല നിറങ്ങളുണ്ട്, പല സംഭവങ്ങളുണ്ട്. അതെല്ലാം മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒന്നാണ്. വർണ്ണങ്ങൾ മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മളിത് പറയുമ്പോൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. കലാഭവൻ മണിയുടെ അനുജൻ ആറടി രാമകൃഷ്ണൻ എന്ന് പറയുന്നത് അതുല്യനായ ഒരു കലാകാരനാണ്. അദ്ദേഹം സ്റ്റേജിൽ അരങ്ങിൽ അദ്ദേഹത്തിൻ്റെ കലാപ്രകടനം നടത്തുമ്പോൾ സത്യഭാമ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഈഗോ കൊണ്ട്, ഈഗോ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിലെ ഈഗോ, മറ്റുള്ളവരെ കാട്ടിലും ഞാനെന്തോ വലുതാണെന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള, ആരും വളർന്നു വരരുത് എന്ന് ചിന്തിക്കുന്ന തരത്തിൽ കുറേ കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ കളിയാക്കിയത് കറുപ്പിനെയാണ് കളിയാക്കിയത്. വർണ്ണം കൊണ്ട് ആരെയും വിലയിരുത്തരുത്, വർണ്ണം കൊണ്ട് ആരെയും വിലയിരുത്തുക. വർണ്ണങ്ങൾ നല്ലത് തന്നെയാണ്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല, കാരണം കൊച്ചു കുഞ്ഞുങ്ങളാണ്. സാമൂഹ്യമായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലം എന്ന് പറയുന്നത് വലുതായിട്ട് തന്നെ മുന്നോട്ട് പോകുകയാണ്. കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി കിഷൻ റെഡ്ഡി സാറ് കഴിഞ്ഞ വർഷം ഹൈദരാബാദ് വെച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജാലവിദ്യ ചെയ്ത മജീഷ്യനുള്ള അവാർഡ് നിങ്ങൾ പത്രത്തിൽ കണ്ടു കാണും, എനിക്ക് തരികയുണ്ടായി. അത് ഹൈദരാബാദ് വെച്ചാണ്. കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് കിഷൻ റെഡ്ഡി. അദ്ദേഹം ഈ അവാർഡ് തരുന്ന സമയത്ത് എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നമ്മുടെ കേരളത്തിൽ, അദ്ദേഹം ഹിന്ദിയിൽ പറഞ്ഞു, കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി നമ്മുടെ സജി ചെറിയാൻ സാർ എങ്ങനെയുണ്ട്? എൻ്റെ ഒരു വിശദീകരണം അല്ലെങ്കിൽ വിലയിരുത്തൽ ഞാൻ കൊടുത്തു. കാരണം ഈ ഭാരതത്തിലെ ഇങ്ങേയറ്റത്ത് കിടക്കുന്ന കേരളത്തിലെ ഒരു സാംസ്കാരിക വകുപ്പിനെ പറ്റി മറ്റൊരു സാംസ്കാരിക വകുപ്പ് ചോദിക്കുകയാണ്. അത് രാഷ്ട്രീയം മാറ്റി വെച്ചാൽ നല്ലൊരു സംഭവമാണ്. അവിടെ രണ്ടും വ്യത്യസ്ത രാഷ്ട്രീയത്തിലാണെങ്കിലും അദ്ദേഹം പറഞ്ഞത് നല്ല പ്രവർത്തനമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഒരു പ്രദേശത്ത് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ സംസ്കാരത്തെ എങ്ങനെയാണ് കൊണ്ടെത്തിക്കുന്നത്. ഇവിടെ സാംസ്കാരികമായിട്ട് നമ്മൾ വളർന്നിട്ടുണ്ട്. ചെറിയ ചെറിയ സംഭവങ്ങൾ, ഇത്തരം പുഴുക്കുത്തുകളുണ്ട്, കറുപ്പിനെ വെച്ചുകൊണ്ട് അപമാനിക്കുന്ന രീതി. ഞാനത് പറയാൻ കാരണം, ഇവിടെ അങ്കിളുടെ കയ്യിൽ 3 കർച്ചീപ്പുണ്ട്, കാണാമല്ലോ. ഇതിൻ്റെ നിറം എന്താണ്? എന്തോ? മഞ്ഞ. ഞാൻ ഇതിവിടെ മയക്കാനിടുവാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോണം. രണ്ടാമത് പച്ച. ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഹരിത ഭംഗിയാണ്, അല്ലേ? ഇത് തീക്ഷ്ണവർണ്ണമാണ്. എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും. ഒരു കറുപ്പ് കർച്ചീപ്പ് എടുത്ത് പിടിച്ചാൽ അത് കണ്ണിലേക്ക് വരാൻ സാധിക്കാത്തത് അതിൻ്റെ ആ കറുപ്പിൻ്റെ പ്രാധാന്യം തന്നെയാണ്. പക്ഷെ ദൂരെ കാണത്തില്ല. വെള്ള, മഞ്ഞ എന്ന് പറയുന്നത് ആ പുറയിൽ നിൽക്കുന്ന ചേട്ടന് വരെയും ഇത് മഞ്ഞയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. മൂന്നാമത് ഇതെന്താണ്? ഇത് ചുമപ്പ്, സകലത്തിൻ്റെ വർണ്ണമാണ്. രക്തവർണ്ണം എന്നൊക്കെ പറയാറുണ്ട്. 3 വർണ്ണങ്ങൾ നിങ്ങളെ കാണിച്ചു കഴിഞ്ഞു. ഓക്കെ ആണോ? ഇനി വളരെ ശ്രദ്ധിക്കുക. മ്യൂസിക് നോട്ടോളൂ. മാജിക്കിൻ്റെ ലോകത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ ചീട്ട് തൊട്ട് റോപ്പ് വരെ, അതായത് 3222 ജാലവിദ്യകൾ നിരന്ന് കിടക്കുകയാണ്. അതിനെ തന്നെ നമുക്ക് വെട്ടിമുറിക്കൽ, 2 വെട്ടിമുറിക്കുക, ആകാശത്ത് പറഞ്ഞു വിടുക, ആകാശത്ത് മനുഷ്യൻ പൊങ്ങിപ്പോവുക, അങ്ങനെ നിരവധി അത്ഭുതമുണ്ട്. അത് ഓരോരുത്തരുടെ ഐഡിയയിൽ അതിനെ വിഭജിക്കുമ്പോൾ ലോകത്തിൽ ലക്ഷക്കണക്കിന് മാജിക്കുണ്ട്. റോപ്പ് കൊണ്ട് 360 ജാലവിദ്യകൾ നിലവിൽ മാജിക്കിലുണ്ട്. അങ്കിൾ, ഈ റോപ്പ് എൻ്റെ ഒരു പരിപാടി ഞാൻ വേറൊരു രീതിയിലേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. ശ്രദ്ധിച്ചോണം. ഇത് ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുള്ളൂ. സംസാരിക്കാൻ പോകരുത്. ഓക്കെ, മ്യൂസിക്.
ഉണ്ടായിരുന്നു, പോക്കറ്റിലുണ്ടായിരുന്നു. മക്കളെ, ഇതൊരു തന്ത്രമാണ്, ഒരു ശ്രദ്ധ തിരിക്കലാണ്. ആ ആകാശത്തു നിന്നൊന്നും കിട്ടത്തില്ലെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ സാധാരണ ഒരു കർഷകൻ്റെ മകനാണ്, എനിക്ക് ദിവ്യ അത്ഭുതമൊന്നുമില്ല, ഉള്ളതിനെ മാത്രമാണ് എടുത്തു കാണിക്കുക. ഇവിടെ ശ്രദ്ധ തിരിക്കൽ എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടാണ്? കത്രിക ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മാഡം എല്ലാവരും കൂടെ അകത്തോട്ട് പോവുകയാണ്. കാരണം എനിക്ക് ആവശ്യം കത്രികയാണ്, അതെടുക്കാൻ പോകുന്നു. യഥാർത്ഥത്തിൽ ഞാൻ കത്രിക കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും സാധനം കൊണ്ടുവരാമെങ്കിൽ ഒരു ചെറിയ കത്രിക കൊണ്ടുവരാം അല്ലേ സാറേ? ഞാൻ എടുത്ത് കാണിച്ചു തരാം. പോക്കറ്റ് കിടപ്പുണ്ട്, കണ്ടോ? കാണുന്നുണ്ടോ? ഒരു കത്രിക. ബുദ്ധിയുള്ളവർക്ക് കാണാം, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ആ, അതിബുദ്ധിയാണ്. നമുക്ക് ഈ കത്രിക ഉപയോഗിച്ചാണ് ഇനി ചടങ്ങ് നടത്തുന്നത്. നോക്കാണല്ലോ. റൈറ്റ്. ചരട് 2 കഷ്ണമായി. എന്നെ കണ്ട ഒരു കള്ള ലക്ഷണമുണ്ട്. മജീഷ്യന്മാർ നോക്കുമ്പോൾ എല്ലാവരും പറയും, ഈ മജീഷ്യന്മാർ എൻ്റെ ഉടായ്പ തട്ടിപ്പാന്ന് ഇപ്പോൾ യൂട്യൂബിൽ പറയുന്നുണ്ട്. എന്നാൽ ഇതൊരു ശാസ്ത്രമാണ്, കണക്കാണ്, കൈവേഗതയാണ്. നമ്മൾ നിരന്തരം ഈ 6ാം ക്ലാസ്സിന് ആദ്യമായി ഭൂവത്തിലാകവൻ സ്റ്റേജിലേക്ക് വിളിച്ചു വെപ്പോൾ അവിടെ ഇരുന്ന മേശപ്പെടുത്തിരുന്ന കുറച്ച് വസ്തുക്കൾ കണ്ടപ്പോഴാണ് എനിക്ക് മാജിക്കിലേക്ക് വരാൻ താല്പര്യമായത്. അപ്പോൾ ഞാനിത് പരീക്ഷിക്കാൻ ശ്രമിച്ചത് ഇത് ശാസ്ത്രമാണ്, കണക്കാണ്, കൈവേഗതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മജീഷ്യന്മാരെ നോക്കിക്കഴിഞ്ഞാൽ എന്നെ നോക്കിയ ഒരു കള്ള ലക്ഷണമുണ്ട്. നിങ്ങൾക്കൊരു സംശയം കാണും, ഇത് മുറിഞ്ഞോ ഇല്ലയോ, 2ആയിട്ട് മുറിഞ്ഞോ ഇല്ലയോ. റൈറ്റ്, ഷോ. യഥാർത്ഥത്തിൽ ഇത് മുറിഞ്ഞിട്ടില്ല, നമ്മുടെ തോന്നലാണ്. പ്രോഗ്രാം കൊള്ളത്തില്ലെങ്കിൽ പോകണം, നല്ലതാണ്, കൈയ്യടിക്കണം. ഓക്കെ. ഒരു മഞ്ഞ ബോൾ നമ്മൾ എടുത്തിട്ടുണ്ടെന്നാ പറ്റൂ. ആർക്കാണ് ഇത് കെട്ടിയിരിക്കുന്നത്? കൈ ഒന്ന് ഉയർത്തി കാണിച്ചത്. ഒരു മഞ്ഞ ബോളാണ്. ബോൾ ചെയ്യേണ്ടത് അവിടെ നമ്മുടെ ടീച്ചർമാരില്ലേ, ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുത്തു. ഏതെങ്കിലും ടീച്ചർ ആ ബോളൊന്ന് മേടിച്ചേക്കണം. ഏതെങ്കിലും ഒരു ടീച്ചർ ബോൾ മേടിക്കുക. ആർക്കെങ്കിലും ബോൾ കിട്ടിയോ? ഒന്ന് കൈയൊന്ന് ഉയർത്തിക്ക്. ആ ബോളിന് കൊടുത്തേ. വാ, ഇങ്ങോട്ടോ. നിങ്ങളുടെ ടീച്ചറല്ലേ? ടീച്ചറാണോ? ഒരു ടീച്ചർ, അധ്യാപക ഇങ്ങോട്ട് വരുമ്പോഴത്തെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും കിടന്നു വന്നാൽ അങ്കളെ വെള്ളം കുടിച്ചോ, എന്തെങ്കിലും വേണോ, അച്ഛന് ഇവിടെ ഇല്ല, എന്താ വേണ്ടത് എന്ന് നിങ്ങൾ ഇന്നും കാണുന്ന ഒരു ടീച്ചറാണെങ്കിൽ പോലും വിദ്യ പറഞ്ഞു തരുന്ന ഒരു മഹത് വ്യക്തിയാണ്, ഗുരുവാണ്. എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കൈയടിക്കണം. ഒന്ന് കൈയടിച്ചേ. എനിക്ക് യാതൊരു പരിചയവുമില്ല. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നോ? കഴിഞ്ഞ വർഷം എവിടെ പ്രോഗ്രാം? ഞാൻ വരുമ്പോൾ ഇല്ല. ഇപ്പം കഴിഞ്ഞ വർഷം എല്ലാവരും 2 വർഷമായി സാറേ. 2 വർഷമായി, സോറി. ഇപ്പം ഇത്തവണയാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം തൊട്ടുണ്ട്. എവിടെയാണ് വീട്? പേരെന്താണ്? ജീന. ഓക്കെ. എവിടെ വീട്? എവിടെ? ആ, ഓക്കെ. ഞാൻ ഈ ബോളൊന്ന് മാറ്റാം. അയ്യോ അല്ല, ഞാൻ മാഡത്തിനെ വിളിച്ച ഒരു മാജിക്കിന് വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യമേ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. കാരണം എൻ്റെ അച്ഛൻ ഒരു കർഷകനായിരുന്നു. അപ്പോൾ വീട്ടിൽ ഒരു ദാരിദ്ര്യവും കാര്യങ്ങളും, ഒരു കൃഷിപ്പണിയാണ്. അപ്പം വീട്ടിൽ വരുന്നവരോട് കുഞ്ഞുങ്ങൾ പെരുമാറേണ്ട ഒരു രീതിയുണ്ട്. എനിക്ക് ഇന്നൊരു സന്തോഷം തോന്നിയൊരു കാര്യം പറയാം. ഇവിടെ ഒരു സാറ് പറഞ്ഞു, കുറച്ച് എന്തോ ഒരു മിഠായിയോ ബിസ്ക്കറ്റോ കൊടുത്തു. ആ കൊടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോണം.
കൊടുത്ത സമയത്ത് ഈ കുഞ്ഞ് എന്ത് ചെയ്ത് അത് കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ ചോദിച്ചപ്പം അത് ചേച്ചിക്ക് കൊണ്ട് കൊടുക്കാനാണ് വീട്ടിൽ. അതിന് വേണമെങ്കിൽ വിശപ്പുണ്ട് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊരു മൂല്യമാണ്, ഈ സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു മൂല്യം തന്നെയാണ്, മനസ്സിലായത്. അത് നമ്മൾ എവിടെ ചെന്നാലും അത് പാലിക്കണം. കുഞ്ഞുങ്ങളെ അത്തരം സംസ്കാരം നമ്മൾ പഠിപ്പിക്കുക. അതെന്തായാലും താങ്കൾ ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, പേര് ജീന, വീട് അടുത്ത് തന്നെ. ഓക്കെ, അച്ഛൻ്റെ പേരെന്താണ്? പൊന്നൻ. പൊന്നൻ, ഓക്കെ. എത്ര വയസ്സുണ്ട്? അല്ല, മാഡത്തിന് 36 വയസ്സുണ്ട്. ജീന, തൊട്ടടുത്താണ് വീട്. അച്ഛൻ്റെ പേര് പൊന്നനാണ്. ഞാൻ ജീവിതത്തിൽ ആദ്യം പരിചയപ്പെടുകയാണ്. അതിഥി ദേവോ ഭവ. ഞാൻ കൊടുക്കാൻ എൻ്റെ ഒന്നുമില്ല. കുറച്ച് മുട്ടായി ഉണ്ട്, എന്നാലും ഇച്ചിരി വെള്ളം തരാം. മാഡത്തിന് ഇച്ചിരി പച്ചവെള്ളമാണ് തരാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മുമ്പ് ഞാനൊന്ന് കഴിച്ച് നോക്കുക. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. രാജ്യത്തിന് സാറിനോട് പറഞ്ഞു ഇതാ കൊണ്ടുവന്ന. മാഡം ഇച്ചിരി കുപ്പിയൊന്ന് കുടിച്ചോ. കുപ്പിയൊന്ന് കുടിച്ചു. കുഴപ്പമുണ്ടെന്ന് പറയണം. ഞങ്ങൾ രണ്ടുപേരും വെള്ളം കുടിച്ചിട്ടുണ്ട്. ഇനി മാജിക്കിലേക്ക് കിടക്കാം കേട്ടോ. ഞാൻ 2 ഗ്ലാസ്. മാഡം, ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ച് കണ്ട് മനസ്സിലാക്കണം. കുപ്പി കൊടുത്തോളൂ. മോനിക്ക വേണ്ട, അത് വെള്ളം കളിയല്ലേ. ഇവിടെ വെച്ചാൽ മതി. ഇവിടെ വെച്ചോ. നമ്മൾ കുടിച്ച കുപ്പിയാണ്. ഇവിടെ വെച്ചോ. നിൽക്കൂ. ഞാൻ 2 ഗ്ലാസുകൾ എടുത്തു. നമ്മൾ കുടിച്ച വെള്ളം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. സോറി, ഇതിനൊരു കണ്ടിന്യൂറ്റി ആവശ്യമുണ്ട്. സൈലൻ്റ് ആയിരിക്കണം. ഗ്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ മാഡം. ഞാനിത് ഇങ്ങനെ കയ്യിൽ വെച്ചിരിക്കുക. ഓക്കെ, മാഡം ചെയ്യേണ്ടത് മാഡത്തിന് ഇഷ്ടപ്പെട്ട ഒരു ഗ്ലാസ് ഏതാണെന്ന് പറയാം. ഏതാണ് ഇഷ്ടപ്പെട്ട ഗ്ലാസ്? ഇത് മാറ്റമൊന്നും പാടില്ല. ഉറപ്പാണോ? 2 നമ്മുടെ ശൂന്യമായ ഗ്ലാസ്. ഇഷ്ടപ്പെട്ടത് പറഞ്ഞോളൂ. ഇത് മതി. തീരുമാനം മാറ്റണ്ട. കൈ ഇങ്ങനെ പിടിച്ചോ. ഞാൻ പിടിച്ചിരിക്കുന്നുണ്ട്. ഇങ്ങനെ പിടിച്ചോ. ഞാൻ പിടിച്ചിരിക്കുന്നുണ്ട്. ഇതുപോലെ പിടിച്ചോ. അടി പൊട്ടിയല്ല, ഇതിങ്ങനെ പിടിക്കുക. ഞാൻ പിടിച്ചിരിക്കുന്ന പിടിക്കുക. ഓക്കെ. കൈ താഴോട്ട് ഇട്ടു. ഇങ്ങനെ പിടിച്ചിരിക്കുക. നമ്മൾ 2 പേര് കുടിച്ച വെള്ളമാണ് ഞാൻ ഇതിലോട്ട് ഒഴിക്കുക. മാഡം വേണമെന്ന് പറഞ്ഞാൽ ഗ്ലാസ് തന്നിട്ടുണ്ട്, അതിൽ ഒഴിക്കുക. ഓക്കെ. ഇനി മാജിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒരു കലയാണ്. ഡാൻസ് കളിക്കാറിയോ? അറിയത്തില്ല. നല്ലൊരു മ്യൂസിക്കാണ്. പാലാപ്പള്ളി തിരുപ്പള്ളി മ്യൂസിക് ഉണ്ടോ? നമ്മുടെ മൈക്ക് സെറ്റ് അവരാണ് എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടത് കേട്ടോ. എൻ്റെ ട്രൂപ്പ് വന്നിട്ടില്ല, ഞാനത് പറയാൻ വിട്ടുപോയി. പാലാപ്പള്ളി തിരുപ്പള്ളി ഉണ്ടോ? മൈക്ക് സെറ്റ് ഉണ്ടോ? ഞങ്ങൾ രണ്ടും കൂടെ പാട്ട് പാടി കുന്തളിക്കാൻ പോകും. അപ്പോൾ ആ പാട്ടാകുമ്പോൾ തുള്ളാവില്ല. ഒന്ന് ഇട്ട് കൊടുക്കുക. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. മാജിക്ക് പഠിക്കാൻ നമുക്ക് ഡാൻസ് കളിക്കാം. എൻ്റെ ഡാൻസ് കൊള്ളതേ ഇല്ല. എന്നാൽ മാഡത്തിനെ കണ്ട് ഞങ്ങൾ പഠിക്കാൻ പോകുക. കിട്ടോ? പാലാപ്പള്ളി ഉണ്ടോ? ഇല്ലേ? കേൾക്കുന്നില്ല? ഉണ്ടെങ്കിൽ കിട്ടോ? ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാം. ഡിലേ വരുത്തല്ലേ. നിങ്ങൾക്കറിയാം സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്. ഉണ്ടെങ്കിൽ അതൊന്ന് പെട്ടെന്ന് ഇട്ടാൽ നല്ലതാണ്. ഇല്ലെങ്കിൽ അടിപൊളി പാട്ടിട്ട് ഏതായാലും. ഏതെങ്കിലും അടിപൊളി പാട്ട് ഞങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല. മേഡം ഉയർത്തി നേരെ വെച്ചു കേട്ടോ. നേരെ അപ്പോൾ മ്യൂസിക്
ഇത് എൻ്റെ ഒരു ശാസ്ത്രീയ കെമിക്കലിൻ്റെ സംഭവമാണ് കേട്ടോ. ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ യൂട്യൂബ് ഫേസ്ബുക്കിലൊക്കെ വൈറലായി ലക്ഷക്കണക്കിന് കടന്നു പോയതാണ്. ഇതുപോലൊരു സ്ഥലത്ത് ഞാൻ പ്രോഗ്രാമിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു സ്ത്രീയെ വിളിച്ചും ചെയ്ത് ആരോ ഷൂട്ട് ചെയ്ത് അങ്ങ് പോയി. അതിൻ്റെ കമൻറ്റുകളൊക്കെ ഭയങ്കര വ്യത്യസ്തമായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ഒരു കെമിക്കൽ മാജിക്കാണ്. പക്ഷേ എൻ്റെ തലയിൽ ഒന്നുമില്ലല്ലോ. എൻ്റെ തലയിൽ വെള്ളം വീഴാൻ ഞാൻ മാജിക്കായിരുന്നു. അത് ഞാൻ ഇവരെ എല്ലാവരെയും പഠിപ്പിച്ചായിരുന്നു. അവരോടൊന്ന് ചോദിച്ചാൽ മതി എന്താണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു സംഭവം കൂടെ കഴിഞ്ഞിട്ട് വിടാം. മെൻ്റലിസം എന്ന് പറയുന്ന ഒരു ജാലവിദ്യയാണ്. താങ്കളെ വിളിച്ചു വരുത്തിയ വേറെ ഒന്നിനുമല്ല. എത്ര വയസ്സുണ്ടായിരുന്നു? ഓക്കെ, ഞാൻ ഇതിൽ കുറേ പേരുകൾ എഴുതിയിട്ടിട്ടുണ്ട്. മക്കളെ ഇത് സൈലൻ്റ് ആകണം, കാരണം ഇത് മെൻ്റലിസമാണ്. മാഡത്തിൻ്റെ മനസ്സിൽ കുറേ ആരോട് പറയാത്ത കുറേ രഹസ്യങ്ങളുണ്ട് ഉണ്ട്. അപ്പം ഞാനത് മാജിക്ക് കൂടെ കണ്ടെത്തിയിട്ട് വിളിച്ച് പറയാൻ പോകും. അയ്യോ, അപ്പം അത് ഞങ്ങൾ വിളിച്ച് പറയുക. ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. കല്യാണം കഴിച്ചാണോ? അതെ, ഒരു മനുഷ്യനോട് പറയാത്ത കുറേ രഹസ്യങ്ങളുണ്ട്. അത് ഞാൻ ഈ പൊതുവേദി വെച്ച് മെൻ്റലിസത്തിൽ കൂടെ, ഇപ്പോൾ മെൻ്റലിസത്തിൻ്റെ ഒരു ട്രെയിലാണല്ലോ, അതിലൂടെ വിളിച്ച് പറയാൻ പോവുകയാണ്. അപ്പോൾ വേണമെങ്കിൽ വേണമെന്ന് പറയണം, ഇല്ലെങ്കിൽ എസ് ഓർണോ, ഇല്ലെങ്കിൽ പണി പാടി പോകും. ഞാൻ എല്ലാം കൂടെ വിളിച്ച് പറയും. സാർമാരെല്ലാം വേണ്ട, നമുക്കെല്ലാം രഹസ്യങ്ങളുണ്ട്. നല്ലൊരു ദുഃഖം മനസ്സിലുണ്ടെന്ന് വെച്ചു നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നില്ല. കിടക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കല്യാണയിൽ കരഞ്ഞു പോകും കെട്ടിപ്പിടിച്ച്. നല്ല തമാശയുണ്ട്, പക്ഷേ പൊതുജനത്തിന് മുന്നിൽ പറയാൻ പറ്റാത്ത തമാശയാണ് അല്ലേ. ഇതൊക്കെ രഹസ്യമായിട്ട് ഏതൊരു ചിന്തിക്കുന്ന ആൾക്കും ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല, എൻ്റെ അതിഥിയാണ്, വേദനിപ്പിക്കുന്നില്ല. ഇത് കുറേ പേപ്പറുകളുണ്ട്. മാഡം ഇതിൽ നിന്ന് ഒരു പേപ്പർ മാത്രം എടുക്കുക, ഒറ്റ ഒരു പേപ്പർ എടുക്കുക. മക്കളെ, നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാനാണെങ്കിൽ നമ്മുടെ പാമ്പിനെ ഇറങ്ങും. അങ്ങോട്ട് മാറിക്കേ. ഹലോ, കുട്ടികളാണ്. കാരണം മെൻ്റലിസം അലമ്പായി പോകാൻ ഒറ്റ കാരണമുള്ള ബഹളം വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് പണി കിട്ടും. അതുകൊണ്ട് അല്പസമയം മാഡം ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ആ പേപ്പർ ഒന്ന് തുറന്ന് നോക്കിക്കേ, എന്താണെന്നൊന്ന് വായിച്ചാൽ മതി. B.R. പ്രസാദ്. കുഞ്ഞുങ്ങളെ, B.R. പ്രസാദ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടനാട്ടുകാരനാണ്. കേരനിരകളാട് എന്ന് പറഞ്ഞാൽ പാട്ട് എഴുതിയ വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ജലോത്സവ സിനിമയിലെ പാട്ടെഴുതി, വെട്ടം, അതുപോലെ തന്നെ ഒന്നാം കളി, രണ്ടാം കളി, വെളിച്ചുണ്ടമാമ, ഒരുപാട് പാട്ടെഴുതി മൺമറഞ്ഞു പോയി. എൻ്റെ ഒരു ഗുരുനാഥം കൂടാണ്. മാജിക്കിലല്ല, അദ്ദേഹം വിദ്യ കൊണ്ട് ഒരു ഗുരുവാണ്. B.R. പ്രസാദ് സാറിന് ഒരു പേപ്പർ എടുത്തോളൂ, ഒറ്റ ഒരെണ്ണം. കാവാലം നാരായണപ്പണിക്കർ. പ്രസിദ്ധരായ പല വ്യക്തികളാണ്. ഗാന്ധിജിയുണ്ട്, ഗുരുവുണ്ട്, ഒരുപാട് പേരുണ്ട്. ഒരു പേപ്പറും കൂടെ എടുത്തു സാർ എന്ന് എടുത്തു. അബ്ദുൾ കലാം. ഈ വ്യക്തികളെയൊക്കെ നിങ്ങൾക്കറിയാം. ഇത് വ്യത്യസ്തമാണെന്ന് ഞാൻ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് 3 വ്യക്തികളെ വിളിച്ച് സാർ ഇതിനകത്ത് അതുപോലെ തന്നെ മടക്കിയിട്ടുള്ളത്. സാറേ ഇപ്പോൾ സാർ. ഓക്കെ, നന്ദി. ഇവിടെ എല്ലാ പേപ്പറുകളും വ്യത്യസ്തമാണ്. കണ്ടില്ലേ, എല്ലാം വ്യത്യസ്തമാണ്. മാഡത്തിന് ഒന്നും കൂടെ എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ചെക്ക് ചെയ്യണമെന്നോ ഉണ്ടോ, ഇനി എടുക്കണമെങ്കിൽ എടുക്കാം. ജസ്റ്റ് മാഡം ചെയ്യേണ്ടത് എൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് ഇതിൽ നിന്ന് ഒരേ ഒരു പേപ്പർ മാത്രം എടുക്കാം, ഒറ്റ പേപ്പർ. ഇങ്ങനെ ഷഫിൾ ചെയ്തെടുക്കണം, അല്ലാതെ ആദ്യം കിടക്കുന്നതോ അങ്ങനെ ഒന്നുമില്ല. ഇത് ഒരു കാരണവശാലും ഇത് നേരെ പോയി എടുക്കരുത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, എന്നെ കാണിക്കരുത്. ശരി, ഞാൻ തിരിഞ്ഞ് നിൽക്കുക. ഒറ്റ ഒരു പേപ്പർ മാത്രം ഷഫിൾ ചെയ്തെടുക്കുക, നന്നായിട്ട് ചകഞ്ഞെടുക്കുക. ഓക്കെ, ഒരെണ്ണം മാത്രം എടുക്കുക, ഒറ്റ ഒരെണ്ണം എടുത്തോ. എടുത്തെങ്കിൽ ആ പേര് മാത്രം ഒന്ന് നോക്കുക. ഞാൻ കണ്ണടച്ചിരിക്കുകയാണ്. ഇതൊന്ന് മാറ്റുവാണേ, ഇതൊന്ന് മാറ്റിയേക്കാം. അവിടെ നിന്നോളൂ. മാഡം എൻ്റെ കണ്ണിലേക്ക് നോക്കാം. ഈ പേപ്പർ വേറെ ആരെയും കാണിച്ചിട്ടില്ല. ഓക്കെയാണോ? ഈ പേപ്പർ മനസ്സിലേക്ക് കൊണ്ടുവരിക, പേര് മാറിപ്പോകരുത്. എൻ്റെ കണ്ണിലേക്ക് ശ്രദ്ധിക്കുക. കൈകൾ ഒന്ന് ശരീരത്തിലേക്ക് ചേർത്ത് വെച്ച് പേപ്പർ എന്നെ കാണിക്കണ്ട, ബ്രെയിനിലേക്ക് അത് പാസ് ചെയ്യണം. ഏതോ ഒരു പേരാണ്. ഓക്കെ, ഞാൻ ആ പേര് വിളിച്ച് പറയാൻ പോവുകയാണ്. തെറ്റുവാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇത് മെൻ്റലിസമാണ്. നമ്മുടെ HMൻ്റെ പേരാണ്. അതെ, ഒന്ന് നിവർത്തി ഒന്ന് നോക്കിക്കേ. ഒച്ചത്തിൽ പറഞ്ഞു. എന്താണ്? HM ജയ എന്ന സാറിനെയാണ് കിട്ടിയിരിക്കുന്നത്. ഈ സദസ്സിൽ ഞാൻ പെട്ടെന്ന് വന്നപ്പോൾ കേട്ടതാണ്. HM എല്ലാവരുടെയും ഫോൺ മേടിച്ചിട്ട് വെക്കുന്നു, ആ ടൈം കഴിഞ്ഞ് കൊടുക്കുന്നു. ഒരു വിദ്യാലയത്തിൻ്റെ ക്വാളിറ്റി തന്നെ. നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ കോൾ വരും, എല്ലാം ഉണ്ട്. അപ്പം അത്ര നിരീക്ഷണത്തിൽ കൂടെ ഒരു നേതൃത്വം ശക്തമാണെങ്കിൽ മാത്രമേ ബാക്കി കുഞ്ഞുങ്ങളും ശക്തമാകത്തുള്ളൂ അല്ലേ. ഏതായാലും HMൻ്റെ പേര് തന്നെ വന്നു. അയ്യോ, ഒരു കാര്യം ഞാൻ മുൻകൂട്ടി
ഒരു പെട്ടി അവിടെ ഇരിക്കുന്ന കണ്ടായിരുന്നോ? ഒരു പെട്ടി ഇരിക്കുന്ന കണ്ടോ? പ്രിയമുള്ളവരെ, ഒരു പെട്ടി ഈ പ്രോഗ്രാമിൻ്റെ തുടക്കം തൊട്ട് തന്നെ മേശപ്പുറത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടതാണ്. ഞാൻ ഈ പെട്ടി തുറക്കുകയും ഈ പെട്ടി തുറക്കുമ്പോൾ ഇതിനകത്തൊരു പെട്ടിയുണ്ട്. ഞാനതൊന്ന് മേടിച്ചു. വളരെ ശ്രദ്ധിച്ചാണ് ഇത് കാണേണ്ടത്, വളരെ ശ്രദ്ധിച്ച്. 9 ബോക്സ് എന്നാണ് ഇത് പറയുന്നത്. അടുത്ത പെട്ടി തുറക്കുന്നത് പുറത്ത് കൊടുത്തു, മോളിൽ വെച്ചു. വീണ്ടും പെട്ടി തുറക്കുകയാണ്. മൂന്നാമത്തെ പെട്ടി നമുക്ക് കിട്ടിയിരിക്കുന്നു. ഓക്കെ, ചെറിയ ചെറിയ പെട്ടിയായിട്ട് വരും. നയൻ ബോക്സ് എന്നാണ് നമ്മുടെ അമേരിക്കൻ മാന്ത്രികൻ ഡേവിഡ് കോപ്പർഫീൽഡ് കണ്ടുപിടിച്ച ഒരു ജാലവിദ്യയാണ്. അതിൽ ഇത് മെൻ്റലിസം തന്നെയാണ്. ഇപ്പോൾ ഒരു ലാസ്റ്റ് ഒരു കൊച്ചു പെട്ടി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ തുറക്കില്ല. മനേതൊന്നും അല്ലെ മാറ്റി ശ്രദ്ധിക്കൂ. ഈ പെട്ടിയും മാറ്റിയിരിക്കുന്നു. ഇവിടെ ഒരു പേപ്പർ കിട്ടിയില്ലേ മാഡം? ആ പേപ്പർ നിവർത്തുക. ജസ്റ്റ് എന്നെ ഒന്ന് നോക്കിക്കേ. ഹലോ, എന്നെ നോക്കുക. വാ. ഈ മാഡത്തിന് എനിക്ക് യാതൊരു പരിചയമില്ല. ഒരു ബോൾ വലിച്ചെറിഞ്ഞു, ഒരു കുട്ടി കൊണ്ട് കൊടുത്തു. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പേപ്പർ കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് വായിക്കേണ്ടത് ഇപ്പോഴാണ്. ജീന 32 പൊന്നൻ. നമ്മുടെ ജീന മാഡം, അദ്ദേഹത്തിൻ്റെ വയസ്സ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ, ഇത്രയും കാര്യങ്ങൾ മുൻകൂട്ടി ഈ മാഡം വരുന്നതിന് മുമ്പ് തന്നെ പെട്ടി നിങ്ങൾ കണ്ടതാണ്. അവിടെ സ്റ്റേജിലിരുന്നൊരു പെട്ടിയിൽ വന്ന അതിഥിയെ മനസ്സിലാക്കി അത് അതിനകത്ത് വന്നു. സന്തോഷം എൻ്റെ വേദിയിലേക്ക് വന്നത്. നിറഞ്ഞൊരു കയ്യടി കൊടുത്തരും.